ധനകാര്യ കമ്മീഷന് കേരളം നൽകിയ നിവേദനത്തിലെ ആവശ്യങ്ങൾ പുറത്ത്. കേരളത്തിന്റെ SGRF കേന്ദ്ര വിഹിതം 100% ഉയർത്തണം. ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രത്യേക ഉപാധിരഹിത ഗ്രാന്റ് വേണം. പ്രത്യേക ഗ്രാന്റായി 13,922 കോടി രൂപ അനുവദിക്കണം എന്നുള്ളതാണ് പ്രധാനമായ ആവശ്യങ്ങൾ. പ്രശാന്ത് കൃഷ്ണ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് കണ്ടു, അദ്ദേഹം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു. സർക്കാർ, കേരളം പ്രധാനമായും കമ്മീഷന് മുന്നിൽ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ആവശ്യങ്ങൾ, നിവേദനങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും കേന്ദ്രം നികുതി വിഹിതം 50%, കേന്ദ്ര നികുതിയുടെ 50% സംസ്ഥാനങ്ങൾക്കായി നീക്കിവെക്കണം എന്നതാണ്. വിഭജിക്കപ്പെടാവുന്ന നികുതി വിഹിതം അത് പകുതി തന്നെ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ കേന്ദ്രാധിഷ്ഠിത പദ്ധതികളുടെ കേന്ദ്ര വിഹിതം 75% നിന്ന് 60% ഇപ്പോൾ ചുരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ GST-യിലൂടെയും സംസ്ഥാനത്തിൽ നിന്ന് പിരിക്കുന്നതിന്റെ പകുതി കേന്ദ്രത്തിന് ലഭിക്കുന്നു. ഇക്കാരണങ്ങളാൽ പൊതുമേഖലാ കമ്പനികളുടെ ലാഭവിഹിതം, അതുപോലെ തന്നെ സ്പെക്ട്രം വിൽപ്പന, റിസർവ് ബാങ്കിന്റെ ലാഭവിഹിതം തുടങ്ങിയവയുടെ വർഷം തോറും കേന്ദ്രത്തിന് ലഭിക്കുന്ന നികുതി വരുമാനത്തിന്റെ പങ്ക് സംസ്ഥാനത്തിന് കൂടെ ഉറപ്പാക്കണം എന്നാണ് ധനകാര്യ കമ്മീഷനോട് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. ഇതിനാവശ്യമായ ഭരണഘടനാ ഭേദഗതി വരുത്തണം. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഈ ദുരിതാശ്വാസ നിധി, സംസ്ഥാന ദുരിതാശ്വാസ നിധിയിലേക്കുള്ള SDRF-ലേക്കുള്ള പ്രത്യേക ഗ്രാന്റായി 13,922 കോടി രൂപ അനുവദിക്കണമെന്ന് 16ാം ധനകാര്യ കമ്മീഷൻ മുൻപാകെ സംസ്ഥാനം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സവിശേഷമായ പ്രശ്നങ്ങൾ പരിഗണിച്ച് പ്രത്യേക ഉപാധിരഹിത ഗ്രാന്റുകൾ ലഭ്യമാക്കണമെന്നാണ് ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനെ കണ്ടപ്പോൾ ഉന്നയിച്ചത്. ഇതിനോടൊപ്പം തന്നെ ഒട്ടനവധി ജനസംഖ്യാ അനുപാതത്തിലുള്ള വിഹിതം നിർണ്ണയിച്ചപ്പോൾ സംസ്ഥാനം ജനസംഖ്യാ അനുപാതം കൃത്യമായി പാലിക്കുന്നതുകൊണ്ട് തന്നെ അതിന് ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നഗരവികസനം പോലുള്ള കാര്യങ്ങൾക്ക് പ്രത്യേക വെയിറ്റേജ് നൽകണം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനാഗരിയെ മാധ്യമങ്ങളെ കാണുകയാണ്.